അമേരിക്കയിൽ നിന്നും എത്തി മലയാളികളെ പറ്റിച്ച് തിരിച്ച് അമേരിക്കയിലേക്ക് കടന്നു കളഞ്ഞ ഒരു തട്ടിപ്പുകാരി. സോഷ്യൽ മീഡിയയിൽ നടിയും നർത്തകിയുമായ ദിവ്യുണ്ണിയുടെ ഓരോ ഫോട്ടോയ്ക്കും താഴെ നിന്ന് നിറയുന്ന കമന്റുകളുടെ പൊതു സ്വഭാവം ഇതാണ്. MLA ഉമാ തോമസിന് സംഭവിച്ച അപകടത്തിന് പിന്നാലെ വിവാദത്തിലായ മൃദംഗനാഥം എന്ന നൃത്ത പരിപാടിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് ദിവ്യുണ്ണിയാണ്. വിമർശനങ്ങൾക്ക് അതീതയല്ലെങ്കിലും ഈ രീതിയിലുള്ള സൈബർ അറ്റാക്ക് അവർ അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് മൃദംഗവിഷൻ എന്ന സ്ഥാപനം സംഘടിപ്പിച്ച മൃദംഗനാഥം നൃത്തസന്ധ്യ എന്ന പരിപാടിയുടെ ആരായിരുന്നു ദിവ്യുണ്ണി? എന്താണ് ശരിക്കും ഈ പരിപാടിയിലെ അവരുടെ റോള്? നർത്തകർ പങ്കെടുത്ത തമിഴ്നാടിന്റെ പേരിലുള്ള റെക്കോർഡ് തിരുത്തി പുതിയ റെക്കോർഡ് കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെട്ട പരിപാടിയായ മൃദംഗനാഥത്തിന്റെ കൊറിയോഗ്രാഫറാണ് ദിവ്യുണ്ണി. പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ എന്നും പറയാം. 11,600 പേർ പങ്കെടുത്ത നൃത്ത പരിപാടിയുടെ മുഖമായിരുന്നു അവർ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് മകൻ ദീപാങ്കുരൻ ഈണമിട്ട് അനൂപ് ശങ്കർ പാടിയ ഗാനത്തിനായി നൃത്തച്ചുവടുകൾ ചിട്ടപ്പെടുത്തിയത് ദിവ്യുണ്ണിയാണ്. പരിപാടിക്ക് മുന്നോടിയായി നടത്തപ്പെട്ട വിവിധ അഭിമുഖങ്ങളിലും വാർത്താ സമ്മേളനത്തിലും ദിവ്യുണ്ണി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. MLAക്ക് അപകടം സംഭവിക്കുന്നതിനും പരിപാടിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതികൾ ഉയരുന്നതിനും വളരെ മുൻപാണ് ഈ അഭിമുഖങ്ങളെല്ലാം നടന്നത് എന്ന് ഓർക്കണം. ഈ പരിപാടിയുടെ കൊറിയോഗ്രാഫറും മുഖവും മാത്രമാണ് താൻ. ഇതിന്റെ വിഷനും മാനേജ്മെന്റും എല്ലാം തയ്യാറാക്കുന്നത് മൃദംഗ വിഷനാണ് എന്ന് പലകുറി ദിവ്യുണ്ണി ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. നടി കൊറിയോ ചെയ്ത ഡാൻസ് വീഡിയോ പരിപാടിക്ക് രജിസ്റ്റർ ചെയ്ത വിവിധ നൃത്ത വിദ്യാലയങ്ങളിലെ 550ഓളം അധ്യാപകർക്ക് മൃദംഗ വിഷൻ അയച്ചു നൽകുകയായിരുന്നു. ഈ നൃത്തം അവർ ഓരോരുത്തരും പരിപാടിയിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു നൽകി. 6 മാസത്തോളം നീണ്ട പരിശീലനമായിരുന്നു ഇതെന്നാണ് പരിപാടിയുടെ സംഘാടകർ അറിയിക്കുന്നത്. പരിപാടി നടന്ന അന്ന് കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇവരെല്ലാം പരസ്പരം കാണുന്നത്. നർത്തകർ പൊസിഷനിൽ നിന്നും മാറാതെ അവതരിപ്പിക്കുന്ന നൃത്തരൂപമായിരുന്നതിനാൽ എല്ലാവരും ചേർന്ന് റിഹേഴ്സൽ നടത്തിയിട്ടില്ലെന്നും ദിവ്യുണ്ണിയുടെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഡിസംബർ 29-ന് പരിപാടി നടന്നതിനും അവിടെ ഉമാ തോമസ് MLAക്ക് ഗുരുതരമായ അപകടം സംഭവിച്ചതിനും ശേഷമാണ് മൃദംഗനാഥം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും പുറത്തുവരുന്നത്. സാരിയുടെ വില, രജിസ്ട്രേഷൻ ഫീ, വേദിയിലെ സുരക്ഷാ സജ്ജീകരണങ്ങൾ തുടങ്ങി പലതിലും തട്ടിപ്പ് ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു. സംഘാടകർ കോടികളുടെ ലാഭം കൊയ്തു എന്ന വാർത്തയും വന്നു. നൃത്ത പരിപാടി സംഘാടകരായ മൃദംഗവിഷൻ CEO ഷമീർ അബ്ദുള്ള റഹീമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓസ്കാർ ഈവൻസിന്റെ മാനേജരെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് സംഘാടകരെ പൂർണ്ണമായും ചോദ്യം ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് നോട്ടീസ് നൽകി മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നതിനാൽ പരിപാടിയിൽ ദിവ്യുണ്ണിക്ക് എത്രത്തോളം പ്രതിഫലം ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞിരുന്നു. ഇതിനിടെ ജനുവരി 1-ന് ദിവ്യുണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. ഇതോടെയാണ് നടിക്കെതിരെ സൈബർ അറ്റാക്ക് രൂക്ഷമായത്. ദിവ്യുണ്ണിക്കെതിരെ വിമർശനങ്ങൾ ഉയരാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്നത് ശരിയാണ്. ഉമാ തോമസിന് സംഭവിച്ച അപകടത്തിൽ ഇതുവരെയും നടി വേദനയോ ഖേദമോ രേഖപ്പെടുത്തിയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ദിവ്യ ഈ ദിവസങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട്. താൻ ബ്രാൻഡ് അംബാസഡറായ ഒരു പരിപാടിയിൽ വെച്ച് സംഭവിച്ച അപകടത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിക്കുന്നവർ ഏറെയാണ്. മൃദംഗനാഥവുമായി ബന്ധപ്പെട്ട പരിപാടിക്കെതിരെ ഉയരുന്ന പരാതികളിലും സമാനമായ മൗനം തുടരുന്നതും വിമർശന വിധേയമാകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പരിപാടിയിലെ മറ്റ് നർത്തകരിൽ നിന്നും ദൂരേക്ക് മാറി മീറ്ററുകൾ മുന്നിൽ നിന്നുകൊണ്ട് ദിവ്യുണ്ണി നൃത്തം അവതരിപ്പിച്ചതിലും ശരിക്കേടുകൾ കണ്ടെത്തുന്നവരുണ്ട്. എന്നാൽ ഇത്തരം വിമർശനങ്ങളെക്കാൾ മൃദംഗവിഷൻ എന്ന സ്ഥാപനത്തിനെതിരെ ഉയരുന്ന എല്ലാ സാമ്പത്തിക തിരിമറികളുടെയും തലപ്പത്ത് ദിവ്യുണ്ണിയെ പ്രതിഷ്ഠിക്കുന്ന കാഴ്ചയാണ് ഇന്ന് സൈബർ സ്പേസിൽ കാണുന്നത്. അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള തെളിവുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അമേരിക്കയിലേക്ക് തിരിച്ചുപോയ ദിവ്യുണ്ണിയുടെ മൊഴി പോലീസ് ഡിജിറ്റലായി രേഖപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകളുമായി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതും വരും ദിവസങ്ങളിലെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകും. അതുകൊണ്ട് ഉഡായിപ്പ്, ഫ്രോഡ്, തട്ടിപ്പുകാരി വിളികൾക്ക് നിലവിൽ ദിവ്യുണ്ണി അർഹയല്ല.